പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി, നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിലും പലയിടങ്ങളിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന് ഉന്നതമായ നന്മകളെ പ്രാപിക്കുന്നതിന് നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ആരുടെ മധ്യേ ഞാനുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ ഉന്നതമായ ശ്രേഷ്ഠമായ സാന്നിധ്യത്തോട് സ്തോത്രം ചെയ്യുന്നു. അടിയന്റെ വായിലെ വാക്കുകൾ, അവിടുത്തെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനം അവിടത്തേക്ക് പ്രസാരമായിരിക്കാൻ ഇട നൽകണമേ. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, അല്പസമയം ചിന്തയ്ക്കായിട്ടെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു: രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. ലോകം ഇന്ന് മാരകമായ ഒരു രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ട് ലോകം കോവിഡിന്റെ ഭീതിയിൽ മരവിച്ച് നിൽക്കുന്നതായ സമയം, അനേകമായിരം ജീവിതങ്ങൾ ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. സകലതും അടയ്ക്കപ്പെട്ട രീതിയിലായിരിക്കുന്നു. അപ്രകാരം എല്ലാം സ്തംഭിച്ച് കഴിയുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിന് സാധിക്കുന്നില്ല എങ്കിലും പലയിടങ്ങളിലും ദൈവത്തെ സ്തുതിപ്പാൻ സഹായിക്കുന്ന ദൈവത്തെ വാഴ്ത്തുന്നു, നന്ദി അർപ്പിക്കുന്നു. അടയ്ക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ആത്മീക ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഇപ്രകാരം ഉറക്കത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഉണരുവാൻ ഈ ദൂത് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത മകനയുമായിരിക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങൾ പ്രാർത്ഥനയോടും സ്തുതിയോടും സ്തോത്രത്തോടും ആയിരിക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവവചനം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. കർത്താവ് വിശ്വാസികളുടെ മധ്യേ ഉണ്ട്. കർത്താവുമായി ബന്ധപ്പെട്ട അനേക പദങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് നടുവിലെന്നത്. ഒരു ബാലനായിരുന്നപ്പോൾ യേശു ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യേ ഇരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. കാൽവരി മലയിൽ 2 കുരിശുകൾക്ക് മധ്യേ അരിമരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ കുരിശ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ശിഷ്യന്മാർ ഭയന്ന് വേദനിച്ച് ഒരു മുറിക്കുള്ളിൽ വാതിലടച്ച് ഇരിക്കുന്നതായ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ആ മുറിയിൽ ശിഷ്യന്മാരുടെ നടുവിൽ മധ്യം നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവർക്ക് സമാധാനം നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നാം നോക്കുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ മധ്യേ ഇരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് യോഹന്നാൻ ദർശിക്കുകയും യോഹന്നാൻ അത് അരുളി ചെയ്യുകയും ചെയ്തു. അതായത് യേശു ക്രിസ്തു സഭകളുടെ മധ്യേ ഇരിക്കുന്നു, സഭാവിഭാഗങ്ങളുടെ മധ്യേ ഇരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നറിൽ ചെയ്യുന്നതായി കർത്താവിന്റെ സാന്നിധ്യം നമുക്കിവിടെ രക്ഷിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പുലർത്തുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മെ
ആശ്വസിപ്പിക്കുന്നവനാണ്, ധൈര്യപ്പെടുത്തുന്നവനാണ്, നമ്മെ ശക്തീകരിക്കുന്നവനാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്യുന്നതിന് വേണ്ടുന്ന ശക്തിയും ബലവും കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം അർപ്പിക്കാം. കർത്താവ് പറയുന്നു, കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അത് എത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയേറെ സുശക്തവും അടുപ്പവുമുള്ളതാണ് യേശുവിൻ്റെ ഒരു വിശ്വാസിയോടുകൂടെയുള്ള സാന്നിധ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, ഞാനതിൽ വസിക്കട്ടെ എന്ന് കർത്താവ് അരുൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് ഹൃദയവാതിലുകളെ നാം തുറന്നു കൊടുക്കുക. കർത്താവ് ഹൃദയത്തിന്റെ വാതിൽക്ക് നിന്ന് മുട്ടുന്നു. ഹൃദയം തുറന്നു കൊടുക്കേണ്ടത് അത് ഓരോ വ്യക്തിയുടെയും നമ്മുടെയും കടമയാണ്. ക്രിസ്തുവിനായി ഹൃദയത്തെ നാം തുറന്നു കൊടുക്കുക. ഈ കർത്താവ് പറയുന്നത് കേൾക്കുവാനും അനുസരിപ്പാനും കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അതിന്മേൽ അലച്ചു, എങ്കിലും അത് വീടില്ല. അത് പാറമേൽ അടിസ്ഥാനമായതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ അത് വീണുപോയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം ദൈവത്തിലുള്ളൊരു വിശ്വാസി ദൈവത്തോട് പറ്റി ജീവിക്കുമ്പോൾ അപ്രകാരം നിലനിൽക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തുവാകുന്ന പാറമേൽ നിലനിൽക്കുമ്പോൾ ഒരിക്കലും തകർന്നു പോകുകയില്ല എന്നത് പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുക മാത്രമല്ല അനുസരിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുന്നതിന് യാതൊരു സംശയമില്ല. കർത്താവിന്റെ ആത്മാവ് പറയുന്നു, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് നാം ഉണരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഉറങ്ങിയത് മതിയെന്ന് മാതാപിതാക്കൾ മക്കളോട് പറയുന്നത് പോലെ കർത്താവ് നമുക്കൊരു ആലോചന നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഒരു ഉണർവ് സഭയ്ക്കും സമൂഹത്തിനും ക്രിസ്തീയ സമൂഹത്തിനും അത്യാവശ്യമാണ്. ക്രിസ്തീയ കുടുംബങ്ങൾക്ക് ഉണർവ് അത്യാവശ്യമാണ്. വ്യക്തികൾക്ക് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ആത്മീകമായിട്ടുള്ള ഉണർവ് എന്ന് പറയുന്നത്. പാപ അന്ധകാരത്തിൽ കഴിയുന്നതായ ഉറങ്ങുന്നതായ അവസ്ഥയുണ്ടെന്ന് എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടുന്ന സമയം ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ഞങ്ങൾക്ക് സൗഖ്യമില്ല എന്ന് പറയുകയും അങ്ങനെ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്താൽ പോരാ. നാം ഉപേക്ഷിച്ച് തിരിഞ്ഞു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം വീണ്ടും തിരിഞ്ഞു വരികയും വീണ്ടും പിറകിലോട്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവക്കാരനല്ലോ. അത് നാം ഉപേക്ഷിക്കേണ്ടത് പ്രകാശം ആണ്. അങ്ങനെ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് മുഖാന്തരം രോഗവും ദുരിതവും അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ രോഗവും ദുരിതവും അനുഭവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് വളരെ അകന്നു പോകുന്നവരുമുണ്ട്, അടുക്കുന്നവരുമുണ്ട്. എന്നാൽ കർത്താവിന്റെ അടുക്കൽ വരുന്നവന് സൗഖ്യവും വിടുതലും ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ വലുതായ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പഴയ നിയമഭാഗത്ത് നാം നോക്കുമ്പോൾ സോദോം ഗോമോറ അഗ്നിക്ക് ഇരയായപ്പോൾ തിരിഞ്ഞ് നോക്കാതെ ഓടിക്കൊള്ളുക എന്നുള്ള ആജ്ഞ അനുസരിക്കാതെ തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി തീർന്നത് നമുക്കറിയാമല്ലോ. ഇന്നും ഈ കാലഘട്ടത്തിലും അപ്രകാരം മാനസാന്തരപ്പെട്ടവരും വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ വീണ്ടും തെറ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്ന കാണുവാൻ സാധിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് അനേക മദ്യപാന്മാർ, കുടിയന്മാർ മദ്യശാലകൾ തുറക്കുന്നത് കാത്തു കഴിയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ദൈവസന്നിധിയിൽ നാം നോക്കുമ്പോൾ അതെല്ലാം പാപമാണ്, വലുതായിട്ടുള്ള ശിക്ഷാവിധി അതിന്റെ പിറകിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പാപം ചെയ്യാൻ അവസരം നാം കാത്തിരിക്കാതെ പൂർണ്ണമായ മാനസാന്തരം പ്രാപിച്ചവരായിട്ട്
ദൈവമഹത്വത്തിനായിട്ട് നാം ജീവിക്കേണ്ടതാണ്. അപൂർണമായിട്ടുള്ള മാനസാന്തരം പ്രാപിച്ചാൽ വളരെ നാശമുണ്ടാകുമെന്ന് യൂദയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യൂദയുടെ ചരിത്രം പോലെ ആകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളേണ്ടതാണ്. അതുകൊണ്ട് പാപത്തിൽ കിടന്ന് ഉറങ്ങുന്നവൻ അതിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഉണർന്ന് എഴുന്നേൽക്കുക, അന്ധകാരത്തിൽ നിന്ന് ഉണർന്ന് വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ള ആഹ്വാനം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു ആഹ്വാനമാണ്. അത് നാം ചെവി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. അതായത് അതിലൂടെ നാം മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ കർത്താവിനെ തന്നെ ധരിച്ചു കൊള്ളുക എന്നുള്ളതാണ്. അതിപുരുഷനായ യേശുക്രിസ്തുവിന്റെ ഭാവം ധരിച്ചവരായി ഒരു വിജയകരമായ ജീവൻ നയിക്കുന്നതിനായിട്ട് കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. അപ്രകാരം ഒരു ഉണർവിന്റെ ജീവിതത്തിനായിട്ട് 3 കാര്യങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. തിരുവചനത്തിലൂടെ നോക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ഉണർവിന് അത്യാവശ്യമായിരിക്കുന്നത് പൂർണ്ണമായ വിശ്വാസമാണ്. പൂർണ്ണമായിട്ടുള്ള ദൈവവിശ്വാസം, അപൂർണമായ വിശ്വാസമല്ല, പൂർണ്ണമായ വിശ്വാസം, ക്രിസ്തുവിനുള്ള വിശ്വാസം. ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നാം വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവന് പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. അപ്രകാരം ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തു, വിശ്വസിക്കുന്നവന് സൗഖ്യം ലഭിച്ചു. കർത്താവ് വിശ്വസിക്കുന്നവർക്ക് എല്ലാ നന്മകളും നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം നമ്മുടെ ഉണർവിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തോട് നാം അടുത്ത് കഴിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചു കഴിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഉണർവോടുകൂടിയ ഒരു ജീവിതത്തിന് പ്രാർത്ഥനാ ജീവിതം ഏറ്റവും അനിവാര്യമായിരിക്കുന്നു. എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിനെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് കർത്താവ് അരുളി ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഒരപ്പൻ നന്മകളും അനുഗ്രഹങ്ങളും ദാനം ചെയ്യുന്നത് പോലെ ദൈവം തന്റെ മക്കൾക്ക് ദാനം ചെയ്യുന്നു. അപ്പനോട് അപ്പൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുകയില്ലല്ലോ. അങ്ങനെ ദോഷികളായ മക്കൾ നല്ല ദാനങ്ങളെ കൊടുക്കുന്ന ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സ്നേഹവാനായ ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് നന്മ വളരെ അധികം നൽകുന്നെന്ന് വചനം പഠിപ്പിക്കുന്നു. നന്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവമായ പരിശുദ്ധാത്മാവ് എത്ര അധികം നൽകുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഉണർവിനെ, ആത്മീകമായിട്ടുള്ള നമ്മുടെ ഉണർവിനെ നിലനിർത്തുവാൻ നമുക്കത് സാധിക്കും. പ്രാർത്ഥനയ്ക്ക് അരുമരക്ഷകനായ യേശുക്രിസ്തു ഒരു മാതൃകയാണ് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പകൽക്കാലം ജനങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകുകയും ദുഃഖിതർക്ക് ആശ്വാസം നൽകുകയും പാപികൾക്ക് പാപമോചനം നൽകുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത അരുമരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും പിതാവായ ദൈവത്തോട് അടുത്ത് കഴിയുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്വഭാവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തു തന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മാതൃകയാണ്. ഗെത്സമന തോട്ടത്തിൽ വെച്ച് അരുമരക്ഷകനായ യേശുക്രിസ്തു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. തന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളി ധാരധാരയായിട്ട് ഭൂമിയിൽ വീണതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്രൂശിൽ കിടക്കുന്ന അരുമരക്ഷകനായ യേശുക്രിസ്തുവും ക്രൂശിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിക്കുന്ന നിമിഷത്തിലും പിതാവിനോട് പ്രാർത്ഥിച്ച്, പിതാവേ
ഇവർ ചെയ്യുന്ന ഇന്നറിയായിക്കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. കർത്താവ് നമുക്ക് ഒരു പ്രാർത്ഥന തന്നെ പഠിപ്പിച്ചു തന്നു. നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിരിക്കുകയാണല്ലോ. ആ പ്രാർത്ഥന ഏറ്റവും വിലപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. ആലയങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന അതാണ്. നാം എപ്പോഴും അത് പ്രാർത്ഥിച്ചാൽ പിതാവ് നമുക്ക് ധാരാളമായ നന്മകളും അനുഗ്രഹങ്ങളും വിടുതൽ നൽകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മൂന്നാമതായിട്ട് നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി വേർതിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് പലവിധമായ കഷ്ടതകൾ ഉണ്ടാകും എന്ന് വചനം പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ സംഭവിക്കുവാൻ പോകുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായിട്ടുള്ള രോഗത്തെക്കാൾ വലിയ കഷ്ടങ്ങളാകാമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 ഇപ്രകാരം കാണുന്നു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്ത് ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്ന് വീണു. പുസ്തകങ്ങൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലകളും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ജനങ്ങൾ നിരാശയോടെ നിലവിളിക്കും. അങ്ങനെ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പലവിധമായിട്ടുള്ള വ്യാധികൾ ഇതെല്ലാം ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ആ അവസരത്തിൽ ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസവും ഉറച്ച പ്രാർത്ഥനയും ക്രിസ്തു കാണിച്ചെന്ന മാർഗത്തിലൂടെയുള്ള സുശക്തമായിട്ടുള്ള ഭക്തിയുടെ ഒരു ജീവിതം നാം നയിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നതിന് പ്രാർത്ഥനയോടുകൂടെ, ക്ഷമയോടുകൂടെ നാം പ്രാർത്ഥിച്ച് ക്ഷമയോടുകൂടെ നാം ജീവിക്കേണ്ടതാണ്. നാം ഉദ്ദേശിക്കുന്നത് പോലെ ഉടനെ ചിലപ്പോൾ നന്മകൾ നമുക്ക് ലഭിച്ചില്ല എന്ന് വരാം. നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും നൽകുന്നതിന് ദൈവത്തിനൊരു സമയമുണ്ട്. വിശ്വസ്തനായ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനം ചെയ്ത ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. അവൻ തീർച്ചയായും തരും. ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ, വളരെ വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും. നാം ചെയ്യേണ്ടത് ഉണർവോടുകൂടെ നാം ജീവിക്കുക, സഹിഷ്ണുതയോടുകൂടെ ജീവിക്കുക, ക്ഷമയോടുകൂടെ ജീവിക്കുക, സഹനശക്തിയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അതിനെ ആസ്പദമാക്കി ഒരു കഥ എനിക്ക് വായിക്കുന്നതിനായിട്ട്, കഥയല്ല ഒരു കാര്യം മനസ്സിലാക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ അപ്രകാരം കാണുന്നതിനായിട്ട് സാധിച്ചു. ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഒരിനം മുള പോലുള്ള ഒരു സസ്യമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനോഹരമായ സസ്യമാണ്. ഏകദേശം 80 അടിയോളം അത് പൊക്കത്തിൽ വളരും. മനോഹരമായ രീതിയിൽ അത് അങ്ങനെ ഒടിച്ച് ഭംഗിയായി മനോഹരമായ രീതിയിൽ നിലനിൽക്കും. വലിയ കാറ്റിനോ പ്രകൃതിക്ഷോഭത്തിനോ അതിനെ മറിച്ചിടുവാൻ സാധിക്കുകയില്ല. അത് സുശക്തമായ രീതിയിൽ വളരെ വർഷം നിൽക്കും. പക്ഷെ അതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയുന്നത്, അതിൻ്റെ വിത്ത് പൊടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു അത്ഭുതം. അതിൻ്റെ വിത്ത് പൊടിച്ച് കിളിർത്ത് വരണമെങ്കിൽ 4 വർഷമെടുക്കുമെന്നുള്ളതാണ്. അത് ഭൂമിയിലിട്ട് 4 വർഷം ക്ഷമയോടുകൂടെ കർഷകര് ജലപാനം ചെയ്ത് അതിനെ സംരക്ഷിച്ചാൽ മാത്രമേ 4 വർഷം കഴിയുമ്പോൾ അത് പൊടിക്കൂ. അപ്പൊ അതുവരെ അവർ കാത്തിരിക്കേണ്ടി വരും. അതൊരു അത്ഭുതകരമായ രീതിയാണ്. ഒരു വിത്ത് 4 വർഷം കഴിഞ്ഞ് പൊടിക്കുന്നത്. ആ വിത്തിന് ആവശ്യമായ ജലം ഓരോ വർഷവും ആവശ്യമായിട്ടുള്ള പരിചരണം നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ദിനംതോറും വെള്ളമൊഴിക്കുകയും അതിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. 4 വർഷമാകുമ്പോൾ മുളയ്ക്കുകയും അത് വലിയൊരു വൃക്ഷമായി തീരുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ വളർച്ച വളരെ അത്ഭുതകരമാണെന്നാണ് പറയുന്നത്. ഓരോ ദിവസവും 2 അടി വീതം അത് വളരുമെന്നാണ്. അങ്ങനെ 80 അടി വരെ വളരുന്നത്
നിസ്സാരം ചില ദിവസങ്ങൾ കൊണ്ട് അത് വളരുമെന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണമെന്ത് എന്ന് നാം നോക്കുമ്പോൾ, ഈ 4 വർഷം കൊണ്ട് വിത്ത് ചെയ്യുന്നതായ കാര്യം, വിത്തിനുണ്ടാകുന്നതായിട്ടുള്ള രൂപാന്തരം എന്താണെന്ന് പറഞ്ഞാൽ, ആ വിത്തിലുള്ള വേരുകൾ ആ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. വേരുകൾ പൊടിക്കുകയും വേരുകൾ ശക്തിപ്പെടുകയും ആ വിത്തിന്റെ വേരുകൾ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി ആവശ്യമായിട്ടുള്ള ജലവും ഭക്ഷണവും ശേഖരിച്ച് തുടർന്നുള്ള വളർച്ചയ്ക്കായിട്ട് അത് കരുതലോടുകൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. 4 വർഷം കഴിയുമ്പോൾ ആ വിത്ത് കിളിർക്കാൻ തുടങ്ങും. ദിവസം തോറും 2 അടി വീതം അത് വളരും. 80 അടി പൊക്കത്തിലാകുന്നതിന് ചില ദിവസങ്ങൾ മാത്രം മതി. പ്രതികൂല സാഹചര്യങ്ങളിൽ അതിന് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. പോകാതെ വലിയ വലിയ കാറ്റുകൾ വരുമ്പോൾ, മറ്റു വൃക്ഷങ്ങൾ തകർന്നടിയുമ്പോൾ ഈ മുള എന്ന ഈ വൃക്ഷം, ഈ സസ്യത്തിൽപ്പെട്ട വൃക്ഷം അത് നിലനിൽക്കുന്നു, തകർന്നു പോകുന്നില്ല, തകർത്ത് കളയുവാൻ സാധിക്കുന്നില്ല. പ്രകൃതി ശക്തികൾക്ക് തകർത്ത് കളയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അടിസ്ഥാനം വളരെ ഉറപ്പുള്ളതാണ്. അടിസ്ഥാനം മറന്നുപോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പല പല നീതി പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും അടിസ്ഥാനമാകുന്ന ആ ബലം, അടിസ്ഥാനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തകർന്നു പോയാൽ ഒരു വിശ്വാസിക്കും പിന്നെ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ ക്ഷമയോടെ നാം കാത്തിരിക്കുക, നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ അതിൻ്റെ സൗഖ്യവും അതിലുള്ള ആശ്വാസമെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. അവനെ ശരണപ്പെടുക എന്നുള്ളതാണ്. പ്രത്യാശയോടുകൂടെ, ക്ഷമയോടുകൂടെ, സഹിഷ്ണുതയോടുകൂടെ യേശുക്രിസ്തുവിൽ ശരണപ്പെടുക, ദൈവത്തിൽ ശരണപ്പെടുക. 99-ാമത്തെ സങ്കീർത്തനം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന്റെ ദൈവമെന്ന് പറയുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന്, അവന്റെ നിഴലിൽ പാർക്കുന്നവന് നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുതലുണ്ട് എന്ന് സങ്കീർത്തനത്തിൽ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുതൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തിന്റെ നിഴലിൽ പാർക്കുന്നവനുണ്ട് എന്നവിടെ ശക്തമായിട്ട് രേഖപ്പെടുത്തി കാണുവാൻ സാധിക്കുന്നുണ്ട്. നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ അവന് പേടിക്കേണ്ടി വരികയില്ല എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം പറയുന്നു, ഇതിനേക്കാൾ വലിയ വലിയ കഷ്ടതകൾ ഉണ്ടാകുമെന്നും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തു തന്നെ നേരിട്ടാലും നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവൻ എന്നോടുകൂടെ ഇരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. അവൻ എന്നോടുകൂടെ ഇരിക്കിയാൽ കർത്താവ് നമ്മെ വിടുവിക്കുമെന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് 91-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുക, കർത്താവിന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്ക് നിലനിൽക്കുന്നെന്ന് വചനം പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ലോകത്തില് അനേക കഷ്ടം നിങ്ങൾക്കുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുകയാണ്. ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ച് ജീവിക്കുന്ന ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. അവനിലൂടെ നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട്. അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന അവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഷ്ടത ഈ ലോകത്തിലുണ്ട്. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് കഷ്ടത. പാപം ചെയ്ത മനുഷ്യൻ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നതായിട്ടുള്ള മനുഷ്യൻ കഷ്ടതയിലായി. അങ്ങനെ ഭൂമി ശ്യാമമായ ഭൂമിയായി തീർന്നു. എങ്കിലും യേശുക്രിസ്തുവിലൂടെ നമുക്ക് മോചനം നൽകിയിരിക്കുകയാണ്. തിരുവചനം പഠിപ്പിക്കുന്നു, കഷ്ടതയുടെ
നടുവിൽ നടന്നാലും ഞാൻ നിന്നെ ജീവിപ്പിക്കും. ക്രിസ്തുവിലൂടെ നമുക്ക് ജീവനുണ്ട്. ക്രിസ്തുവിലൂടെയുള്ള ജീവൻ നിത്യമായിട്ടുള്ള ജീവനാണ്, സമൃദ്ധിയായ ജീവനാണ് കാണുവാൻ സാധിക്കും. കർത്താവ് ആ സമൃദ്ധിയായ ജീവൻ നൽകുന്നതിനായി, കർത്താവ് നിത്യമായ ജീവൻ നൽകുന്നതിനായി നിത്യരാജ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നൽകുന്നതിനായിട്ട് വീണ്ടും ഈ ലോകത്തിൽ വരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ വരുമ്പോൾ തൻ്റെ മക്കളെ അവൻ ചേർത്തുകൊള്ളുകയും നിത്യസമാധാനവും സന്തോഷവും നൽകുകയും ചെയ്യും. അതിനുവേണ്ടി നാം പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും വലുതായിട്ടുള്ള കഷ്ടതകളും പ്രശ്നങ്ങളും ഭാരങ്ങളും നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും നാം സഹിഷ്ണുതയോടുകൂടെ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇതിൽ നിന്നുള്ളതോ കർത്താവായ യേശുക്രിസ്തു തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ സകലതും അറിയുന്നവനാണ്. നമ്മെ നിലനിർത്തുന്നവനും ശക്തീകരിക്കുന്നവനും ബലപ്പെടുത്തുന്നവനും വഴി നടത്തുന്നവനുമാണ്. അവൻ ആശ്രയിക്കുക, അവനെ വിശ്വസിക്കുക. അവങ്കിലേക്ക് നോക്കിയത് പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്നാണ്. സകല രോഗങ്ങളെ മാറ്റുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ വിശ്വാസികളായ നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും സാധിക്കുന്നില്ല എങ്കിലും ആയിരിക്കുന്നിടങ്ങളിൽ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും യാത്രാവേളയിലായാലും എപ്പോഴും പ്രാർത്ഥിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയന്റെ തിരുവചനത്തിന്റെ കുറവുകൾ അവിടെ നിന്ന് പരിഹരിക്കുകയും ഇത് കേൾക്കുന്നവർക്ക് ആത്മീക ചൈതന്യവും യഥാർത്ഥമായിട്ടുള്ള രൂപാന്തരം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വീണ്ടും വരവ് വളരെ ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഷ്ടതകൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് കർത്താവെ, ഞങ്ങൾ വിജയകരമായ ജീവിതം നയിക്കുവാൻ, നിന്നോട് അടുത്തു വരുവാൻ, നിന്നിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവാൻ, നിങ്ങളിലേക്ക് നോക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രോഗികളായി കഴിയുന്നവർക്ക് സൗഖ്യം നൽകണമേ. ഈ രോഗത്തെ അവിടെ നിന്ന് മാറ്റണം കർത്താവേ. ഈ കഠിനമായിട്ടുള്ള രോഗത്തെ മാറ്റി എല്ലാവർക്കും ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ അച്ഛനെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്ന് വളരെ വേഗം ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ അവിടുത്തെ ആലയത്തിൽ ഒരുമിച്ച് കൂടി വളരെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ കർത്താവെ, ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ച് കൂടുതൽ കൂടുതൽ നന്മകൾ അനുഭവിച്ച് ദൈവമഹത്വത്തിനാണ് നിൽപ്പാൻ സഹായിക്കണമേ. എല്ലാം അവിടുത്തെ മഹത്വവും പ്രസാദമായി തീരുവാൻ സഹായിക്കണമേ. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങൾ കാലങ്ങളെല്ലാം അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാക്കി നൽകണമേ. മാനവും മഹത്വം അവിടെ നിന്ന് സ്വീകരിക്കണമേ. യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കണമേ. തിരുരാജ്യം വരയണമേ. തിരുഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപക്കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷണത്താ സകദോഷങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പിതാവിനുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സംസർഗം കൂട്ടായ്മ നമ്മോടുകൂടെ ഇന്ന് വന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.